ഇപ്പോൾ ജീനാന്റെ ഫ്രണ്ട് കോൾ ചെയ്യുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഫേയിലേക്ക് 2 ഓഫീസർമാരൊക്കെ വന്നിട്ടുണ്ട്. ഹോലിനെ അന്വേഷിച്ചാണ് അവർ വന്നതെന്ന് തനിക്ക് സംശയമുണ്ടെന്നൊക്കെ ഫ്രണ്ടും ജീനാനോട് പറയുമ്പോഴത്തേക്കും ഒരു കാരണവശാലും കഫേയിലുള്ള ഹോലിനെ പുറത്തേക്ക് വിടുവാനായിട്ട് പാടില്ല എന്ന് ജീനാനും ഫ്രണ്ടിനോട് പറയുന്നു. പക്ഷെ ഫ്രണ്ടിന് ഇത് ശരിക്കുമുള്ള ഹോലിയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയുകയില്ല. ജീനാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും പോലീസൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ ബെയ് അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും ബെയ്യുടെ അടുത്തായിട്ട് കാര്യം തിരക്കി. ശരിക്കും എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹുലിനെ കാണുവാനായിട്ടായിരുന്നല്ലോ ഈഫ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹുലിയും ഈഫയും തമ്മിൽ കണ്ടുമുട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ബെയ് ആയിരുന്നു പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും ജീനാന്റെ അടുത്ത് പറയുന്നില്ല. പകരമായിട്ട് അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേക്ക് മേടിക്കുവാനായിട്ടാണെന്ന് മാത്രമാണ് പറയുന്നത്. ശരിക്കും ഹൂലിയനെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണമില്ലാതെ വന്നപ്പോഴത്തേക്കും ഈഫയും ഫണ്ടൊക്കെ റൈസ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് ഇല്ലീഗൽ ആയിരുന്നു. സോ ബെയ്യും പോലീസിന് അതിന്റെ റിപ്പോർട്ടൊക്കെ കൊടുത്തത് കൊണ്ടാണ് പോലീസും ഇപ്പോൾ ഈഫയെ പിടിച്ചോണ്ട് പോയത്. ജീനാനും ഹൂലിയുടെ അടുത്ത് എപ്പോഴും തന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്നായിരുന്നല്ലോ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഹൂലി പറഞ്ഞാലൊന്നും കേൾക്കാതെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജീനാനും വന്നപാടെ ഹുലിന് ഒരുപാട് വഴക്ക് പറയുന്നു. പക്ഷേ തലേദിവസമാകട്ടെ കഫേയുടെ ഓണർക്ക് പിയാനോ പഠിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് ഹൂലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുവാനായിട്ടായിരുന്നു താനും അവിടെ എത്തിയതെന്ന് ഹൂലിയും അറിയിക്കുന്നു. കൂടാതെ അതിന് പണമൊക്കെ അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അവൻ പറയുകയാണ്. പോലീസ് വന്ന സമയത്ത് ഹോലിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് നീ എന്തുകൊണ്ടായിരുന്നോ പറഞ്ഞതെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും മാത്രമായിരുന്നു ജീനാനും കള്ളപ്പേരിൽ അവിടെ നിർത്തിയിട്ടുള്ള ആള് ശരിക്കുമുള്ള ഹോലിയാണെന്നുള്ള കാര്യം ഫ്രണ്ടിനെയും അറിയിക്കുന്നത്. ഫ്രണ്ടും ആകെ ഞെട്ടുന്നു. നീ എന്തൊരു പണിയാണ് കാണിച്ചത്? ഈ കഫേലൊക്കെ എത്ര പേര് ഡെയിലി വരുന്നതാണ്. അത് കൂടാതെ ഡെലിവറിക്കായിട്ട് നമ്മൾ ഓരോരോ ഇടത്ത് പോകുന്നതല്ലേ. അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് മറ്റാരെങ്കിലും അവനെ തിരിച്ചറിയുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നമാവുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഫ്രണ്ടും അവളെ വഴക്ക് പറയുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഹൂലിയും സത്യങ്ങളെല്ലാം തന്നെ എപ്പോഴെങ്കിലും അറിയുമല്ലോ. ആ ഒരു സമയത്ത് അവൻ എൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുമോ, എങ്ങനെയായിരിക്കും അവൻ എന്നോട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീനാൻ നിൽക്കുമ്പോഴത്തേക്കും ഫ്രണ്ടും ഇപ്പോൾ അവൻ്റെ അടുത്ത് നല്ല രീതിക്കൊക്കെ പെരുമാറുവാനായിട്ട് ജീനാന്റെ അടുത്തും പറയുന്നു. നല്ല രീതിക്കൊക്കെ പെരുമാറുകയാണെങ്കിൽ അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ അവനും സത്യാവസ്ഥ എല്ലാം തന്നെ അറിഞ്ഞു കഴിയുമ്പോഴും അവളുടെ അടുത്ത് നല്ല രീതിക്ക് തന്നെ നിൽക്കുമെന്നാണ് ഫ്രണ്ട് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഹോലിക്കും അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുവാനായിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും ആദ്യം ജീനാൻ അതിനെ എതിർക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഫ്രണ്ട് പറയുന്നത് പ്രകാരം ജീനാനും അതിനെ സമ്മതിക്കുന്നു. അടുത്തതായിട്ട് ഈഫൈനെ കാണിക്കുകയാണ്. ഈഫൈനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയിരിക്കുന്നു. പക്ഷേ ബെയ് ആയിരുന്നോ തന്നെ ചതിച്ചതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഈഫൈ ആകെ ദേഷ്യത്തിലാണ് ഉള്ളത്. അതായത് ഹൂലിനെ കണ്ടുപിടിക്കുവാനായിട്ട് തന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫണ്ട് റേസ് ചെയ്യുന്ന ആ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ബെയ് ആയിരുന്നല്ലോ. പക്ഷെ ബെയ് തന്നെയാണ് പോലീസിന്റെ അടുത്ത് ഇതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അവളും നിനക്ക് ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും ഹൂലിനെ തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അസൂയാണ് നിനക്ക്. ഹൂലി ഒരിക്കലും തിരിച്ചു വരരുതെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തത്. എന്ത് തന്നെ ആയാലും നിനക്ക് ഒരിക്കലും ഹൂലിക്ക് പകരമാകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈഫയും പോകുന്നു. ഹൂലിയും ജീനാനും ഒന്നിച്ചിരുന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ കുറച്ചൊക്കെ പൊട്ടിയത് അവനും ശ്രദ്ധിക്കുന്നു. എന്തായാലും ഫോട്ടോയിൽ കാണുവാനായിട്ട് ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവരും ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവുകയാണ്. പിന്നീട് അവരും ഒരു റൈഡിലൊക്കെ കയറി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് ജീനാനും തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതായത് ചെറുപ്പത്തില് അവളും എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ ഇതേ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നുവെന്നും അന്ന് അവളുടെ ഒപ്പം അവളുടെ അമ്മ കൂടി ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. ഓരോ വർഷം കഴിയുന്തോറും അവളുടെ അമ്മയ്ക്ക് പ്രായം കൂടി അവളുടെ അമ്മ തന്നെ വിട്ടുപോയെന്ന രീതിക്കാണ് അവളും സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് ജീനാനും അവന്റെ അടുത്തായിട്ട് ഒരു ഫോട്ടോ എടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. സോ അങ്ങനെ ജീനാന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഹൂലിയും പഴയൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതായത് അവളും അവളുടെ അമ്മയുടെ അടുത്ത് എല്ലാ വർഷവും തന്റെ ബർത്ത്ഡേയുടെ അന്ന് ഇതുപോലെ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകണമെന്ന് ആഗ്രഹം പറയുന്നതിനെ കുറിച്ചായിരുന്നു അത്. എന്തുകൊണ്ടായിരിക്കാം ജീനാന്റെ ചെറുപ്പം എന്ന് തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു കുട്ടി ഇതുപോലെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്ന കാര്യമൊക്കെ തന്റെ ഓർമ്മയിൽ ഉണ്ടാവുക എന്ന രീതിക്കാണ് ഹൂലിയും ഓർക്കുന്നത്. ജീനാൻ ഒരു കാര്യങ്ങളും അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കഫേ പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഹൂലിനെ കൂടി നിർത്തുവോ? ഈഫെ ശരിക്കും ആ ഒരു കഫേ വരെ എത്തിയതായിരുന്നു. ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെയിരിക്കുന്നുണ്ടെങ്കിൽ പോലും യാങ്ങിന് ജീനാന് നല്ല വിശ്വാസമായിരുന്നു. എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് യാങ്ങും ഉള്ളത്. നിലവിൽ ഹൂലിക്ക് ഓർമ്മയുള്ളത് ജീനാനെ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ഹൂലിയുടെ അടുത്ത് കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കണോ അതോ
നിലവിൽ ഹുലിയുടെ അടുത്ത് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സത്യങ്ങൾ അവൻ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവൻ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കുവാനായിട്ട് അവന്റെ അടുത്ത് നിന്നും കുറച്ച് അകലം പാലിക്കണമെന്ന സംശയത്തിലാണ് ജീനാനുമുള്ളത്. ഹൂലിയും ജീനാന് വേണ്ടിയിട്ട് അവളുടെ സ്കൂട്ടറും ഹെൽമറ്റും എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നു. എങ്കിൽ പോലും അവൾ അതൊന്നും തന്നെ അത്ര കാര്യമാക്കാതെ അവനെ കൂട്ടാതെ തനിയെ വർക്കിനായിട്ട് പോവുകയാണ്. നേരത്തെ ബേയും ഒരുപാട് കേക്കൊക്കെ വേണമെന്ന് ജീനാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ജീനാനും ഇപ്പോൾ അതെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ബേയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് എത്രത്തോളം വലിയൊരു വീട്ടിലാണ് അവൻ താമസിക്കുന്നതെന്നൊക്കെ ജീനാൻ പറയുമ്പോഴത്തേക്കുമാണ് ഇത് ശരിക്കും ഹൂലി താമസിച്ച വീടായിരുന്നുവെന്ന കാര്യമൊക്കെ ബേയും തുറന്നു പറയുന്നത്. സോ അവളും ആ വീട് മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടതിന് ശേഷം ഇത്രയും വലിയ വീട്ടിലായിരുന്നു ഹൂലി താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൻ എന്റെ കൂടെയല്ലേ ഉള്ളത്. സോ ഞാൻ എത്രത്തോളം മോശമായിട്ടാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ അവളും ഓർക്കുന്നത്. ജീനാന്റെ ഫ്രണ്ട് ഹൂലിനെ വെച്ചിട്ട് ഒരു ടാരറ്റ് റീഡിംഗ് ഒക്കെ നടത്തുകയാണ്. അതിനുശേഷം ഹൂലിയും ജീനാന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വ്യത്യാസമൊക്കെ ഫ്രണ്ടിന്റെ അടുത്തായിട്ട് പറയുന്നു. അതായത് നേരത്തെ ജീനാൻ വളരെ സ്നേഹത്തോടെയൊക്കെയായിരുന്നു പെരുമാറിയതെങ്കിൽ പോലും ഈയിടെയായിട്ട് എന്നെ വളരെയധികം അവോയ്ഡ് ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതിന് പിന്നിൽ എന്തായിരിക്കും കാരണമെന്ന രീതിക്ക് അവനും ചോദിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഫ്രണ്ടും നീ അവളുടെ അടുത്ത് നല്ല രീതിക്കല്ല നിൽക്കുന്നതെന്നും അതുകൊണ്ടായിരിക്കാം അവളും നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നതെന്നും അവളെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടതെന്നുമൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഹോലിയുടെ മാനേജർ ഹോലി നേരത്തെ താമസിച്ച വീട്ടിലെ ഹോലിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുവാനായിട്ട് എത്തിയതായിരുന്നു. അവിടെ വെച്ചിട്ട് അയാൾ ജീനാനെയും കാണുന്നു. ഹോലിയുടെ ഫാമിലിനെ കുറിച്ചൊക്കെ മാനേജറുടെ അടുത്തായിട്ട് ജീനാൻ ചോദിക്കുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും ഹോലിയുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം പോലും എനിക്ക് അറിയിക്കയില്ല എന്നും ഒരിക്കൽ പോലും അവന്റെ ഫാമിലിയിലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നുമൊക്കെ അയാളും അറിയിക്കുന്നു. കൂടാതെ ഇപ്പോൾ ഇത്രയും ദിവസം ആയതുകൊണ്ട് തന്നെ ഹോലിക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ കമ്പനി അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ ഹോലിയുടെ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റുവാനായിട്ടാണ് ഞാനും എത്തിയത്. കമ്പനി എന്തൊക്കെ സാധനങ്ങളായിരുന്നു ഹുലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നു. ഈ ഒരു സാധനങ്ങളൊക്കെ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു താനും ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നതെന്ന് മാനേജറും അറിയിക്കുന്നു. കൂടത്തിൽ ഒരു ഹെൽമറ്റ് കണ്ടിട്ടുണ്ടായിരുന്ന ജീനാനും എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ട്, ഹുലിയുടെ വലിയ ഫാനാണ്. കൂടാതെ ബൈക്കൊക്കെ ഓടിക്കാനായിട്ട് അവന് ഒരുപാട് ഇഷ്ടവുമാണ്. ഈ ഒരു ഹെൽമറ്റ് എനിക്ക് തരാമോ എന്ന് മാനേജറോട് ചോദിക്കുമ്പോൾ തന്നെ മാനേജറും ഹോലിക്ക് ബൈക്കൊക്കെ ഓടിക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹെൽമറ്റ് ജീനാനും കൊടുക്കുന്നു. നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ ഹോലിയുടെ പേരിൽ ഡൊണേറ്റ് ചെയ്യാം. അതൊക്കെ വളരെ നല്ലൊരു കാര്യമല്ലേ? ഞാനും നിന്നെ സഹായിക്കാമെന്ന് ജീനാൻ പറയുമ്പോഴത്തേക്കും ഈ ഒരു സാധനങ്ങളെല്ലാം തന്നെ ജീനാന്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാമെന്ന് അവനും സമ്മതിക്കുകയാണ്. ജീനാൻ വരുവാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ജീനാനെയും കാത്ത് ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ഹൂലിയും. സോ ഹൂലി തനിക്ക് വേണ്ടി അത്രയും നേരം കാത്തിരുന്നത് കാണുമ്പോഴത്തേക്കും ജീനാനും വിഷമം തോന്നുന്നു. എന്തു തന്നെ ആയാലും ഇപ്പോൾ അവളും അവനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് മറ്റൊരിടത്തേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അവൻ ഇതുപോലെ ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഇനിയും അവൾക്ക് ഒരുപാട് സർപ്രൈസ് ഒക്കെ നൽകുവാനായിട്ട് തയ്യാറായിട്ടായിരുന്നു ഇരുന്നത്. എന്തു തന്നെ ആയാലും ഉടനെ അവളെ വിട്ടൊക്കെ അവൻ പോകുമല്ലോ എന്ന വിഷമത്തിൽ അവളും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവളും ഹോലിയുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെൽമെറ്റൊക്കെ അവനെയും ഏൽപ്പിക്കുന്നത്. അത് കണ്ട ഉടനെ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന അവരും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് സ്കൂട്ടറും ഓടിക്കുന്നു. ആദ്യം അതൊക്കെ കണ്ടു നിന്ന ജീനാൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ബൈക്കൊക്കെ ഓടിച്ച മെമ്മറീസ് അവന്റെ ഉള്ളിൽ വരികയും അവൻ ആ സ്കൂട്ടറിൽ നിന്നും താഴെ വീഴുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവന് ബോധമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അവളും അവനെ വിളിച്ച് ഒരുപാട് കരയുന്നു.